ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്രഷൻസും വേർഡ്സും ഫ്രേസസും ശൈലികളുമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് കേട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, എത്രമാത്രം നിങ്ങൾ അത് പ്രാക്ടീസ് ഡെയിലി ചെയ്യുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ആകും. വെറും ഗ്രാമർ മാത്രം തിയറട്ടിക്കലായിട്ട് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി കിട്ടത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇതേക്കുറിച്ച് ഞാൻ 2 ദിവസത്തിനകം അറിയിക്കാം. I will get back to you on this within 2 days. I will get back to you on this within 2 days. Get back to you എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം വീണ്ടും ബന്ധപ്പെടുക അല്ലെങ്കിൽ തിരിച്ചെത്തുക. ഇതിനെ തന്നെ നമുക്ക് I shall let you know in 2 days time. I shall let you know. നിങ്ങളെ അറിയിക്കാം in 2 days time. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതേക്കുറിച്ച് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ I shall get back to you അല്ലെങ്കിൽ I shall let you know. എനിക്കതേക്കുറിച്ച് ആലോചിക്കാൻ അല്പം സമയം തരൂ. Give me some time to think about it. Give me some time to think about it. To think about it. അതേക്കുറിച്ച് ആലോചിക്കാൻ give me എനിക്ക് തരൂ some time കുറച്ച് സമയം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് some time എന്നത് 2 വാക്കായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് സമയം, അല്പം സമയം എന്ന അർത്ഥത്തിൽ. ഇതേ തന്നെ ഒറ്റ വാക്കായി എഴുതുകയാണെങ്കിൽ sometimes ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ചിലപ്പോൾ. നീ ഇന്നലെ രാത്രി പുറത്തായിരുന്നു. Were you out last night? Were you out? നീ പുറത്തായിരുന്നോ? Last night എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇന്നലെ രാത്രി എന്നതിനെ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത്, ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? Can I ask a question? നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ബന്ധപ്പെടുക? How do I contact you? എനിക്കൊരു ഉദാഹരണം തരുമോ? Can you give me an example? Example എന്ന് പറഞ്ഞാൽ ഉദാഹരണം. Can you give me? എനിക്ക് തരാമോ? ക്രിസ്മസിന് നീ അവന് എന്താണ് വാങ്ങിച്ചത്? What did you buy him for Christmas? ക്രിസ്മസിന് നീ അവന് എന്താണ് വാങ്ങിച്ചത്? അവരുടെ 60-ാം പിറന്നാളിന് ഒരു പാർട്ടി ഞങ്ങൾ ഏർപ്പാട് ചെയ്യും. We will arrange a party for her 60th birthday. ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ. നമ്മുടെ ഡിന്നറിനായി റെസ്റ്റോറന്റിൽ ഞാൻ ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ചില റെസ്റ്റോറന്റിൽ നമുക്ക് വെറുതെ പോയി കഴിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു ടേബിൾ കിട്ടിയെന്ന് വരുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്തിടണം. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമ്മുടെ ഡിന്നറിന് ഞാൻ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. I have reserved a table at the restaurant for our dinner. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. ഹോട്ടൽ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുകയും അവിടെ താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഒരു സാധാരണ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അതിനെ ഹോട്ടൽ എന്ന് പറയരുത്, മറിച്ച് റെസ്റ്റോറന്റ് എന്നാണ് പറയുക. റെസ്റ്റോറന്റ് അല്ല, റെസ്റ്റോറന്റ്. അയാൾ വളരെ ധനികനാണെന്നിരുന്നാലും പിശുക്കനാണ്.
Although he is very wealthy, he is stingy. Although അതായത് എന്നിരുന്നാലും he is very wealthy, വളരെ ധനികനായിരുന്നാലും he is stingy. Stingy എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള ആൾ, പിശുക്കൻ എന്നത് അതിന്റെ അർത്ഥം. ഞാൻ ഇനിയും ഒരു 10 മിനിറ്റ് കാത്തിരിക്കാം. ഞാൻ ഇനിയും ഒരു 10 മിനിറ്റ് കാത്തിരിക്കാം. I will wait for another 10 minutes. I will wait for another 10 minutes. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.